മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തിൽ ആശംസയായി ചിത്രങ്ങളും വീഡിയോകളുമൊക്കെയായി എല്ലാവരും എത്തുന്നുണ്ട്. സ്ഥിരം കാണുന്നത് മാത്രമല്ല, ഇതുവരെ കാണാത്ത തരത്തിലുള്ള ചിത്രങ്ങളുമായും ചിലർ എത്തിയിരുന്നു. മോഹൻലാലിൻ്റെ പിറന്നാളിന് ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി അടക്കം വിവിധ വഴിപാടുകൾ പലരും നടത്താറുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ആ വഴിപാട് ചീട്ടുകളും ചിത്രങ്ങളും പ്രസാദങ്ങളുമൊക്കെ വൈറലായി മാറാറുമുണ്ട്. ഇത്തവണയും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാഴ്ച. അതിലൊന്നാണ് ഇപ്പോൾ വൈറലാകുന്നത്. തിരുവനന്തപുരം വർക്കലയ്ക്കടുത്തുള്ള ഒരു ക്ഷേത്രത്തിലാണ് മോഹൻലാലിൻ്റെ പേരിൽ ഒരു ആരാധകൻ വഴിപാട് കഴിപ്പിച്ചത്. ശ്രീ തോട്ടത്ത് മാടന്നട ശിവക്ഷേത്രത്തിലാണ് മോഹൻലാലിൻ്റെ പേരിൽ മോഹൻലാൽ രേവതി നക്ഷത്രം ജന്മനക്ഷത്ര പൂജ എന്ന പേരിൽ വഴിപാട് കഴിപ്പിച്ചിരിക്കുന്നത്. 50 രൂപയാണ് വഴിപാട് ഫീസ്. പ്രസാദമായി വലിയ താമരപ്പൂവും ചുവന്ന കുങ്കുമവുമൊക്കെ ലഭിച്ചിട്ടുമുണ്ട്. അതേസമയം 64-ാം ജന്മദിനം ആഘോഷിക്കുന്ന മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ആദ്യത്തെ കേക്ക് ഒരുക്കിയത് അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും അടുത്ത കൂട്ടുകാരനും ഇപ്പോൾ ബിസിനസ് പങ്കാളിയും നിർമ്മാതാവുമൊക്കെയായ ആന്റണി പെരുമ്പാവൂരിൻ്റെ മക്കളാണ്. ആന്റണിയുടെ കൊച്ചിയിലെ വീട്ടിലായിരുന്നു മോഹൻലാലിൻ്റെ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷം. ആന്റണിയുടെ ഭാര്യ ശാന്തി, മക്കളായ അനിഷ, ആശിഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. അനിഷയുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളായ ഡോക്ടർ വിൻസെൻറ്റിനെയും ഭാര്യ സിന്ധുവിനെയും ചിത്രങ്ങളിൽ കാണാം. ആന്റണി പെരുമ്പാവൂരിൻ്റെ മക്കളാണ് പിറന്നാൾ കേക്ക് ഒരുക്കിയത്. കാരണം മനോഹരമായ കേക്കിനരികെ എഴുതിയിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ലാലങ്കിൾ എന്നാണ്. അതുകൊണ്ട് തന്നെ മക്കളാണ് ഈ കിഡിലൻ കേക്ക് അദ്ദേഹത്തിന് സമ്മാനിച്ചത് എന്നതും തീർച്ചയാണ്. അതേസമയം കൊച്ചിയിലായിരുന്നിട്ടും ഭാര്യ സുചിത്രയും മക്കളും പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേർന്നിട്ടില്ലാത്തതിനാൽ തന്നെ അവരെവിടെ എന്ന ചോദ്യവുമുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലാലേട്ടൻ്റെ എല്ലാ പിറന്നാളുകൾക്കും സുചിത്ര ഒപ്പമുണ്ടാകാറുണ്ട്. വല്ലപ്പോഴുമൊക്കെ മക്കളും കൂടും. എന്നാൽ ഇക്കുറി ഇവർ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല എന്നതാണ് സത്യം. മാസങ്ങൾക്ക് മുമ്പ് നടന്ന മകൾ വിസ്മയുടെ പിറന്നാൾ മോഹൻലാലും ഭാര്യയും ചേർന്ന് ആഘോഷമാക്കിയിരുന്നു. എമ്പുരാൻ സിനിമയുടെ റിലീസിംഗുമായി ബന്ധപ്പെട്ട് തിരക്കിനിടയിൽപ്പെട്ട് നെട്ടോട്ടമോടുന്നതിനിടെയാണ് മകൾക്കായി അദ്ദേഹം വലിയ വിരുന്ന് ഒരുക്കിയതും രാത്രിയിലെ ആഘോഷത്തിലേക്ക് അദ്ദേഹം ഓടിയെത്തിയതും. പ്രണവ് പലപ്പോഴും വിദേശത്തായതിനാൽ തന്നെ പിറന്നാളിന് മിക്കവാറും നാട്ടിലുണ്ടാവാറില്ല. എങ്കിലും മകൻ്റെ കുട്ടിക്കാല ചിത്രം പങ്കുവച്ച് ആ ഓർമ്മകൾ പങ്കുവച്ച് മകനെ ആശംസിക്കാനും ലാലേട്ടൻ മറക്കാറില്ല. എന്നാൽ ആ അച്ഛന്, എപ്പോഴും സ്നേഹവും കെയറിങ്ങുമായി ചുറ്റും നിൽക്കുന്ന അച്ഛന് മക്കൾ രണ്ടുപേരും പിറന്നാൾ ആശംസ നേരാൻ മറന്നോ എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം. സുചിത്ര മോഹൻലാലിനെയും മിക്കപ്പോഴും ലാലേട്ടനൊപ്പം കാണുന്നതാണ്. എന്നാൽ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷത്തിൽ സുജിയെയും കണ്ടില്ലല്ലോ എന്ന് ആരാധകർ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.